കർത്താവ് ആ പാട്ട് തന്നത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കർത്താവ് നിങ്ങളോട് പറയാൻ പറഞ്ഞു, ഈ പ്രായത്തിൽ, ഈ തലമുറയിൽ നിങ്ങൾക്ക് ഒത്തിരി ആയുധങ്ങൾ നിങ്ങളുടെ എതിരെ വരുമായിരിക്കും. പിശാച് പല തീയമ്പുകൾ നിങ്ങളുടെ എതിരെ എറിയായിരിക്കും. പക്ഷേ ഒന്നുപോലും നിങ്ങളെ തകർക്കത്തില്ലെന്ന് കർത്താവ് വിളിച്ച് പറയാൻ, കർത്താവ് പാട്ട് പാടി പറയാൻ കർത്താവ് പറയുന്നു. आज प्रभु हमसे कह रहा है, हमारे जीवन के विरोध में कई अस्त्र आएंगे, लेकिन हमारे लिए कोई हानि नहीं होगा. എന്നോട് ദൈവാത്മാവ് പറയുന്നു, पवित्र आत्मा मुझसे कह रहा है. നിങ്ങൾ ചിലർ വിചാരിക്കും നിങ്ങൾ റിവേഴ്സ് ഗിയറിൽ ഓടിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ഇങ്ങനെ പുറയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു റബ്ബർ ബാൻഡ് പുറയിലോട്ട് വലിക്കുന്നത് ഏറ്റവും ദൂരെ 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 എത്തുവാൻ വേണ്ടിയാ. शायद आप सोचेंगे मैं पीछे की ओर जा रहा हूं. एक रबर बांध जब पीछे की ओर खींचेंगे, क्यों खींचा जाता है? ताकि वो बहुत आगे तक जाए. നിങ്ങളെ പുറയിലോട്ട് വലിക്കുമ്പോൾ നിങ്ങൾ കാണും, നിങ്ങളുടെ പുറയിൽ ഇരുന്നവർ ഒത്തിരി പേര് മുൻപോട്ട് പോകുന്നു. ഒത്തിരി പേര് നിങ്ങളെ നോക്കി തമാശ പറയുന്നു, നിങ്ങളെ നോക്കി കളിയാക്കുന്നു. പുറയിലോട്ടാണ് പോകുന്നത്. പക്ഷെ ഞാൻ പറയട്ടെ, ദൈവം നിങ്ങളെ ഭയങ്കര ഡിസ്റ്റൻസിൽ നിങ്ങളെ എറിയുവാൻ വേണ്ടിയാ നിങ്ങളെ ദൈവം പുറയിലോട്ട് വലിക്കുന്നത്. जब आप पीछे जाएंगे, कई लोग बोलेंगे ये पीछे जा रहा है, लेकिन मैं कहना चाहता हूं आप बहुत दूरी को तय करने जा रहा है. आप कई लोगों को पार करके आगे जाने वाला है. വീണ്ടും വീണ്ടും കർത്താവ് പറയുന്നു, റിവേഴ്സിൽ പോകുന്നവരുടെ അനുഭവം. I don't know how many of you are going through that in life. I am sure that 99% of you are going through that. ഇവിടെ ഇരിക്കുന്ന 99% പേരും അങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ റിവേഴ്സിൽ പോകുന്ന ഒരു അനുഭവം, പക്ഷെ കർത്താവ് എന്ന് പറയുന്നു, നിങ്ങളെ റിവേഴ്സിൽ പോകാൻ അനുവദിച്ചത് നിങ്ങൾ ചില സിറ്റുവേഷൻസിനെയും പട്ടണങ്ങളെയും അവരുടെ ചരിത്രങ്ങളെ റിവേഴ്സ് ചെയ്യുവാൻ വേണ്ടിയാ. और आप में से करीब 99% लोग पीछे जाने के अनुभव से गुजरा है, लेकिन परमेश्वर आपको इतना दूरी आगे ले जाएंगे. आप कई शहरों को, गांवों को पार करके आगे जाएंगे. അങ്ങനെ മാത്രമല്ല, അതായത് ചില ചരിത്രങ്ങൾ തിരുത്തി എഴുതുവാൻ, നിങ്ങൾ അതിനെ റിവേഴ്സ് ചെയ്യുവാൻ ചില ചരിത്രങ്ങളുണ്ട് സംസ്ഥാനങ്ങളിൽ, ചില ചരിത്രങ്ങളുണ്ട് സ്കൂളുകളിൽ, ചില ചരിത്രങ്ങളുണ്ട് കോളേജുകളിൽ. ചില യൂണിവേഴ്സിറ്റീസിന്റെ ചരിത്രങ്ങൾ റിവേഴ്സ് ചെയ്യുവാൻ ചില സംസ്കാരങ്ങൾ അവിടെ ഉണ്ട്, ചില രീതികൾ അവിടെ ഉണ്ട്. പക്ഷേ നിങ്ങൾ അതിനെ റിവേഴ്സ് ചെയ്യും, നിങ്ങൾ അതിനെ തിരുത്തി എഴുതും. നിങ്ങൾ റിവേഴ്സ് ഗിയറിൽ പോയെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളുടെ മേൽ അങ്ങനത്തെ ഒരു വിളി കിടപ്പുണ്ട്. आपके ऊपर में एक बहुत बड़ी बुलाहट है. कई राज्यों की, कई स्कूल, कॉलेज, यूनिवर्सिटी का जो इतिहास बदल करके जो वहां पर अभी तक चला है, उसको पीछे हटाकर आप आगे जाने का एक बुलाहट है. ശമേരിയ പട്ടണത്തിൽ ഒത്തിരി വർഷങ്ങൾ ഒരു മജീഷ്യൻ അവിടെ വാഴുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ദൈവ മനുഷ്യൻ അവിടെ എത്തിയപ്പോൾ അനേക വർഷങ്ങളുടെ ചരിത്രം അവൻ റിവേഴ്സ് ചെയ്തു. शमरिया शहर में जादू टोना करने वाले एक व्यक्ति कई साल से था, लेकिन एक अभिषिक्त दास जब वहां पहुंचा है, पहले से चल कर आने वाला तमाम बातें खत्म हो गया. കർത്താവ് എന്നോട് പറയുന്നു, ചില ചരിത്രങ്ങൾ ഈ തലമുറ തിരുത്തി എഴുതാൻ പോവാ. സ്കൂൾസിൽ, കോളേജസിൽ, യൂണിവേഴ്സിറ്റീസ്, स्कूल और कॉलेज में कई लोग इतिहास बदलेंगे. ചിലരുടെ കാലുകളെ ദൈവം ഇപ്പോൾ തൊടുന്നു.
कुछ लोगों के पावों को प्रभु छू रहा है, ചിലരുടെ കാൽപാദങ്ങളിൽ ഒരു തീ കത്തുന്നു. कुछ लोगों के पावों में एक आग जल रहा है. നിങ്ങൾ സ്കൂളിലേക്ക് സ്റ്റെപ്പ് വെക്കുമ്പോൾ, നിങ്ങളുടെ കോളേജിൽ സ്റ്റെപ്പ് വെക്കുമ്പോൾ ചില ചരിത്രങ്ങൾ അവിടെ മാറും, ചില നുഖങ്ങൾ അവിടെ തകരും, ചില കോട്ടകൾ അവിടെ തകരും. आप जब स्कूल और कॉलेज में जाएंगे, कई छुआए तोड़ा जाएगा, कई इतिहास बदल दिया जाएगा आपके द्वारा. A victorious generation, തോൽക്കാത്ത ഒരു തലമുറ, പിശാച് നേരിടാൻ പോകുന്നത് ഒരു വിട്ടു കൊടുക്കാത്ത തലമുറ, an uncompromising generation, an undefeatable generation. കർത്താവ് അങ്ങനത്തെ ഒരു തലമുറ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന DNA ഒന്നിനും അതിനെ തകർക്കുവാൻ ഒക്കത്തില്ല. ആ DNA അകത്ത് ഓവർകമർ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. और आपको परमेश्वर ऐसे को पीढ़ी बनाना चाहते, कई चीजों को आप हराएंगे. आपका डीएनए को भी बदलने वाला एक सामर्थ्य परमेश्वर आपके अंदर में आज डालकर आपको आगे ले जाए. നിങ്ങളുടെ അകത്തുള്ള DNA ക്രിസ്തുവിൽ ഒരു ഓവർകമറിന്റെ DNA. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തോക്കാൻ കഴിയത്തില്ല, നിങ്ങൾക്ക് തകർന്ന് പോകുവാൻ കഴിയത്തില്ല. ക്രിസ്തുവിലാണോ പരിശുദ്ധാത്മാവിലാണോ ഞാൻ പറയട്ടെ, നിങ്ങൾ തോൽപ്പിക്കും, നിങ്ങൾ ജയിക്കും. आपके अंदर में मसीह की डीएनए है जो कहीं भी नहीं हरा है. हर परिस्थितियों को पार करने का और जय देने का वो शक्ति आपके अंदर में है. इसलिए आप तमाम परिस्थितियों के ऊपर जीत हासिल കോടഞ്ഞ കാല നിങ്ങളുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന പാമ്പിനെ നിങ്ങൾ ഒന്ന് കോടഞ്ഞ കളഞ്ഞാട്ട് ഒന്നിനും നിങ്ങളെ തകർക്കുവാൻ ഒക്കത്തില്ല. ഒരു പാപത്തിന്റെ ബന്ധനത്തിനെയും നിങ്ങളെ തകർക്കുവാൻ ഒക്കത്തില്ല. ഒരു ശാപത്തിനും നിങ്ങളെ തകർക്കുവാൻ ഒക്കത്തില്ല. आपके हाथों में पकड़ा हुआ काटा हुआ सांप को आप झाड़ दे, क्योंकि दुनिया का कोई भी शक्ति आपको हरा नहीं पाएंगे. ലോകം യൗവനക്കാരെ നോക്കിയിട്ട് പറയും ഇത് തല തിരിഞ്ഞ തലമുറയാ. This is a generation going in reverse, but I want to say you are not a generation going in reverse. You are going to reverse. ये पीढ़ी को देख करके दुनिया बोलेगी ये उल्टा पीढ़ी है, लेकिन आप ऐसे पीढ़ी बनेंगे कि आप कई चीजों को वापस पकड़ेंगे. जो बिगड़ा हुआ कई चीजों को आप खड़ा करेंगे और प्रभु का नाम को അങ്ങനത്തെ ഒരു അഭിഷേകം നിങ്ങളുടെ മേൽ ഇന്ന് കർത്താവ് ഇടുന്നു. ऐसे का अभिषेक प्रभु आपके ऊपर में उंडेल रहा है. നിങ്ങൾ വന്ന റൂട്ടിലല്ലായിരിക്കും നിങ്ങൾ തിരിച്ചു പോകാൻ പോകുന്നത്. जैसे आप आए हैं वैसे आप वापस नहीं जा रहे हैं. നിങ്ങളുടെ റൂട്ട് ദൈവം തിരിക്കുന്നു. आपकी रास्ता प्रभु बदल रहा നിങ്ങളുടെ है. റൂട്ട് ദൈവം തിരിക്കുന്നു. आपकी रास्ता प्रभु बदल रहा നിങ്ങളുടെ है. റൂട്ട് ദൈവം തിരിക്കുന്നു. आपकी रास्ता प्रभु बदल रहा നിങ്ങളുടെ है. ഡെസ്റ്റിനിയുടെ റൂട്ടിലേക്ക് ദൈവം നിങ്ങളെ അപ്പോയിന്റ് आपका ചെയ്യുന്നു. मंजिल का जो रास्ता प्रभु बदल रहा है. നിങ്ങളുടെ റൂട്ട് ദൈവം ഇന്ന് തിരിക്കുന്നു. प्रभु आपकी रास्ता को बदल कर भेज रहा है. ടിവിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന കാലുകൾ ഇപ്പോൾ പ്രാർത്ഥനാ മുറിയിലേക്ക് കടന്നു പോകും. आपकी पाव अभी प्रार्थना की कमरा की ओर बढ़ेंगे. മൊബൈൽ ഫോൺ എടുക്കാൻ പോയ കാലുകൾ ഇപ്പോൾ ബൈബിൾ എടുക്കാൻ കാലുകൾ जो ചലിക്കും. मोबाइल के लिए आप पाव आगे बढ़ाया है, लेकिन बाइबल की ओर आगे जाएंगे. ദൈവം ശത്രുവിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കും. और परमेश्वर आपका दुश्मनों को पाव के थले लाएंगे.
Rivaliba suprababantalalabariyashait. Holy Spirit. Holy Spirit. Holy Spirit. നിങ്ങളുടെ മേൽ കർത്താവ് ഒരു അടയാളം ഇട്ടിരിക്കുക. प्रभु आपके हाथ में एक पहचान दिया है, ഒരു അടയാളം നിങ്ങളുടെ മേൽ ഇട്ടിരിക്കുക. एक चिन्ह आपके ऊपर में दिया है. നിങ്ങളുടെ മേൽ ദേവദാസന്മാർ ദേവദാസിമാർ കരം വെക്കുമ്പോൾ ഞാൻ പറയട്ടെ, അതിനകത്ത് സംഭവിക്കുന്ന നിങ്ങൾ മാർക്ടായി മാറുന്നു. നിങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി മാർക്ടായി മാറുന്നു. प्रभु का दास दासी लोग आपके ऊपर में सिर हाथ रखते हैं. एक मार्क, एक निशान आपके ऊपर में आ रहे प्रभु का राज्य में होने के लिए. ഏലിയാവ് സാധാരണ മനുഷ്യനായിരുന്നു. एलिया एक साधारण व्यक्ति रहा. ഏലിയാവ് നമ്മളെ പോലുള്ള ഒരു സാധാരണ മനുഷ്യനായിരുന്നു. एलिया हमारे समान एक व्यक्ति रहा. ഏലിയാവ് മറ്റവരുടെ പോലെ സാധാരണ മനുഷ്യനായിരുന്നു. औरों के समान एक सामान्य जन रहा. മോശ കുഞ്ഞ് സാധാരണ ബേബീസിന്റെ കൂട്ട് തന്നെയായിരുന്നു. और मूसा एक साधारण बच्चा के समान था. ജീസസ് ജനിച്ചപ്പോൾ സാധാരണ ശിശുക്കളെ പോലായിരുന്നു. यीशु का जन्म जब हुआ वो एक साधारण बच्चे के समान हुआ. പക്ഷേ കർത്താവ് അവരുടെ മേലുണ്ടായിരുന്നുകൊണ്ട്, പരിശുദ്ധാത്മാവ് അവരുടെ മേലുണ്ടായിരുന്നുകൊണ്ട്, ദൈവാത്മാവ് അവരിൽ ചലിക്കുന്നുണ്ടായിരുന്നുകൊണ്ട് അവരുടെ ഹിസ്റ്ററിയും അവരുടെ ഡെസ്റ്റിനിയും എല്ലാം തിരിഞ്ഞു. और प्रभु यीशु मसीह के ऊपर सब पवित्र आत्मा और परमेश्वर खुद साथ में होने के कारण उनका जीवन बदल गया, उनका मंजिल बदल गया. പത്രോസ് സാധാരണ മനുഷ്യനായിരുന്നു. पतरस साधारण जन था, പക്ഷെ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട്, लेकिन पवित्र आत्मा आने के कारण അവൻ ഒരു ഉറപ്പായ പാറയായി മാറി. वो एक मजबूत चट्टान बन गया है. എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്, जो मैं आज आपसे कहना चाहता हूँ, പുറമേ നോക്കുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരാണ്. बाहर के रूम में आप लगेंगे एक साधारण जन है. നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിന്റെ കൂട്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂട്ട് നിങ്ങൾ ഇരിക്കുന്നു. आप आपके क्लासमेट्स के जैसे दिखते हैं. പക്ഷെ അവിടെ ഒരു വേർഡ് ഉണ്ട് ഇംഗ്ലീഷ് ബൈബിളിനകത്ത്. इंग्लिश बाइबल में एक शब्द लिखा है, ബട്ട്. लेकिन का एक He शब्द. was a man just like us, but हमारे समान एक जन था, लेकिन he prayed. वो प्रार्थना किया है. He prayed. वो प्रार्थना किया. He prayed. वो प्रार्थना किया. He prayed. वो प्रार्थना He किया. prayed. वो प्रार्थना He किया. prayed. प्रार्थना किया. He prayed. वो प्रार्थना किया. He prayed. वो प्रार्थना किया. അവൻ പ്രാർത്ഥിച്ചു. प्रार्थना അവൻ किया. പ്രാർത്ഥിച്ചു. वो प्रार्थना അവൻ किया. പ്രാർത്ഥിച്ചു. वो प्रार्थना किया. നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, आप जब प्रार्थना करेंगे अभी, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് आप प्रार्थना करने के कारण നിങ്ങളുടെ ചരിത്രം മാറും. आपका इतिहास बदलेगा. നിങ്ങളുടെ ദേശത്തിന്റെ ചരിത്രം മാറും. आपकी क्षेत्र की इतिहास बदलेगा. നിങ്ങളുടെ രാജ്യത്തിന്റെ ചരിത്രം आपका മാറും. देश का इतिहास बदलेगा. നിങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രം മാറും. आपका परिवार की इतिहास बदलेगा. നിങ്ങളുടെ സ്കൂളിന്റെ ചരിത്രം മാറും. स्कूल का इतिहास बदलेगा. ഭയങ്കര ഇന്റൻസ് പ്രേയറിലേക്ക് ചിലരെ ദൈവം കൊണ്ടുപോകാൻ പോകുക. प्रार्थना के एक गाढ़ अभिषेक की ओर प्रभु कुछ लोगों को ले जाएंगे इन दिनों में. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ കർത്താവ് പറയുന്നു, मैं जब इधर खड़ा हूं प्रभु मुझसे कह रहा है. ഏലിയാവ് പെട്ടെന്ന് ഒരു ദിവസം പബ്ലിക്കിൽ മാനിഫെസ്റ്റ് ആയി. और एक दिन सबके सामने वो प्रकट हुआ है. ഒരു ദിവസം ആരും അറിയാതെ തന്നെ താൻ രാജാവിന്റെ മുൻപിൽ വന്നു നിന്നു. और वो ये राजा के सामने खड़ा हो गया. അതിനു മുൻപ് അവന് ചരിത്രമൊന്നുമില്ല. उनके सामने एलिया का कोई इतिहास हम नहीं देखते. അവൻ അന്നൊരു വേർഡ് പറഞ്ഞു. उस दिन वो राजा से ऐसे कहा. അത് ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത ഒരു വേർഡാ ഏലിയാവ് പറഞ്ഞത്. एलिया ऐसा बात कहा जो इतिहास में कभी नहीं हुआ था. അങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക്കൽ മൂവ് ഏലിയാവിലൂടെ നടന്നത്. और एलिया के द्वारा एक ऐतिहासिक कार्य प्रकट हुआ है. എന്തുകൊണ്ടാ?
क्यों? അവൻ മനുഷ്യരുടെ മുൻപിൽ വരുന്ന മുൻപ് അവൻ ഇത്രയും നാൾ എന്തോ ചെയ്യായിരുന്നു. ഏലിയാവ് തന്നെ പറയുന്നു, as surely as the Lord God of Israel lives, before whom I stand, before whom I stand. നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ പരസ്യത്തിൽ വരുന്ന മുൻപ്, നിങ്ങൾ പ്രൈവറ്റിൽ ദൈവത്തിന് മുൻപ് നിൽക്കുവാണെങ്കിൽ നിങ്ങളിലൂടെ ചില ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്ന മൂവുകൾ സംഭവിക്കാൻ പോവാ. मनुष्य के सामने सेवकाई में आने के पहले प्रभु के सामने बैठे रहे, तब आप जब बाहर आएंगे आपके द्वारा बहुत इतिहास बदलने लायक कार्य होगा. നിങ്ങളെ ആരും അറിയത്തില്ല. शायद आपको कोई नहीं जानता നിങ്ങളെ होगा. കുറിച്ച് ആരും ഇതുവരെ നോട്ടീസ് ചെയ്തിട്ടില്ല. कोई ध्यान नहीं देगा होगा आपके बारे में. പക്ഷെ ഒരു ദിവസം നിങ്ങളെ ദൈവം പബ്ലിക്കിൽ വരുത്തും. लेकिन एक दिन परमेश्वर सबके सामने आपको लेकर ഒരു आएंगे, ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി एक इतिहास शुरू करने के लिए. പ്രാർത്ഥന മുറിയിലേക്ക് കടന്നു പോകുക. इसलिए प्रार्थना की कमरे में പ്രാർത്ഥന जाए, മുറിയിലേക്ക് കടന്നു പോകുക. प्रार्थना की कमरे में जाए. നിങ്ങൾ ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുമടക്കുക. जब आप इधर से लौटेंगे प्रभु के सामने घुटना टेके, കർത്താവിന്റെ മുൻപിൽ വീണ് കിടക്കുക. प्रभु के सामने गिर जाए. നിങ്ങളെ ദൈവം ഉയർത്തും. प्रभु आपको ऊंचा करेगा. നിങ്ങളെ ദൈവം ഉയർത്തുവാൻ പോകുന്ന ഒരു സമയമാ. ओ ये वो समय होगा जो प्रभु आपको ऊंचा करेंगे. You know, I can feel a cloud resting on these children. There's a cloud resting. There's a सभी लोगों के cloud. ऊपर में एक बादल छाया हुआ है यहाँ पर. Holy, holy are you, Lord God Almighty. Holy, holy Jesus. are you, Lord God Almighty. Martha Lashia. Worthy is the Lamb, worthy is the Lamb, for you are holy, holy are you, Lord God Almighty. Worthy is the Lamb, worthy is the Lamb, for you are holy, holy.